മെക്കാനിക് ലോസ് തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനുഷ്യന്മാർക്ക് ഫിസിക്സ് കൊണ്ട് ഖുർആൻ പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അള്ളാഹുക്ക് ഇപ്പോ ഇവിടെ നടുവിൽ വന്നിട്ട് ഞാൻ അള്ളാഹു ആണ്, എല്ലാരും എന്നെ വിശ്വസിക്കണം, എന്നാലും സ്വർഗത്ത് പോകാൻ പറ്റില്ല പറഞ്ഞാല് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഖുർആൻ വിശ്വസിക്കും. അപ്പൊ അവിടെ ഒരു ടെസ്റ്റ് ഇല്ല, അവിടെ ഒരു സംഭവമല്ല. നമ്മളെന്തിനാണ് ഭൂമിയിൽ വെച്ചത്? ഒരു ടെസ്റ്റിനാണ്. ഇപ്പൊ അള്ളാഹു വന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് പറയാണ് നിങ്ങൾ ഫിസിക്സിൽ ഒരു സംഭവം നോക്ക്, എന്നാലേ എന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെന്തിനാണ് ഖുർആൻ? പിന്നെന്തിനാണ് പ്രവാചകൻ? സിദ്ധനായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പിഞ്ചു പയ്യനുണ്ട്. 13 വയസ്സ് മാത്രം പ്രായമുള്ള, എന്തോ പേരവന്റെ ഞാൻ മറന്നുപോയി. അവനോട് ഈ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചു, ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ടതില്ലേ, തെളിയിക്കാൻ കഴിയുമോ എന്ന്. ആ കുട്ടിയുടെ ഉത്തരം, അവൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, അമേരിക്കയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയുടെ 10 ലക്ഷം രൂപയുടെ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയുടെ അവാർഡിന് അർഹനായി കേരളം മുഴുവൻ ആഘോഷിക്കുന്ന പയ്യൻ. അവൻ പറയുകയാണ് അതിന് മറുപടി, ഒരു കാലത്തും ശാസ്ത്രീയമായി അള്ളാഹുവിനെ തെളിയിക്കാൻ പറ്റില്ല. എന്താണതിന് കാരണം? അപ്പോൾ പിന്നെ ടെസ്റ്റിന് എന്താണ് അർത്ഥം? ഇതിൽ പരം ഒരു ഉത്തരം. പിന്നെ ടെസ്റ്റിന് എന്താണ് അർത്ഥം? അള്ളയെ നേരിട്ട് കണ്ടാൽ പിന്നെ ടെസ്റ്റ് പോയില്ലേ? എന്നിട്ട് വിശ്വസിച്ചോളാൻ പറഞ്ഞ ആരാ വിശ്വസിക്കാത്തുള്ളൂ? സ്വർഗം കാട്ടിക്കൊടുത്ത സ്വർഗം കാണുമോ ഏതെങ്കിലും കാലത്ത്? കാണാൻ പറ്റില്ല, കാരണം കണ്ടിട്ട് വിശ്വസിക്കാൻ വിശ്വാസവും പിന്നില്ല. നരകം ഏതെങ്കിലും കാലത്ത് കാണാൻ കഴിയുമോ? കാണുകയില്ല, കാരണം കണ്ടാൽ പിന്നെ അത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ലത്. വിശ്വാസം ടെസ്റ്റാ. അതുകൊണ്ട് അതുപോലെ തന്നെ നേരിട്ട വസ്തു കാണുന്നതിരിക്കട്ടെ, ആ വസ്തുവിനെ ശാസ്ത്രീയമായി സയന്റിഫിക്കലായി പ്രൂവ് ചെയ്യാനും ഒരു കാലത്തും കഴിയില്ല, കഴിയരുത്. അള്ളാഹുവിനെ കഴിഞ്ഞാൽ ടെസ്റ്റ് പോയി. കൊച്ചു പയ്യൻ പറഞ്ഞ മറുപടിയാണ്, ടെസ്റ്റ് പോയി. ശാസ്ത്രീയമായി ഇതുണ്ടെന്നൊരാൾ പ്രൂവ് ചെയ്ത ഒരു സംഗതിയെ ലോകത്തൊരാൾക്കും പിന്നെ നിരാകരിക്കാൻ പറ്റൂലല്ലോ. പറ്റുമോ? പിന്നെ മുഴുവൻ ആളുകളും അങ്ങ് വിശ്വസിക്കില്ലേ? പിന്നെ ടെസ്റ്റിന് എന്താണ് അർത്ഥം? പിന്നെ ടെസ്റ്റിന് എന്താണ് അർത്ഥം എന്ന് ഉത്തരപേപ്പർ കാണിച്ചു കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് എന്താണ് അർത്ഥമെന്ന് തന്നെ ഉത്തരപേപ്പർ കാട്ടിക്കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് അർത്ഥമുണ്ടോ? അതുകൊണ്ട് അള്ളാഹുവിനെ കാണില്ല, അള്ളാഹു കാട്ടിത്തരില്ല. അത് അള്ളാഹ് ഇല്ലാത്തതുകൊണ്ടല്ല, അള്ളാഹു ഇല്ലാത്തത് കൊണ്ടല്ല, അള്ളാഹു ഉണ്ടെന്നത് കൊണ്ട് തന്നെയാണ് അള്ളാഹുവിനെ കാണാത്തത്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഏറെ.